ഒരുപാട് പേര് പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോസ്. അവിടെ നിൽക്കുന്ന ആ ഭംഗി കണ്ടിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക. പക്ഷെ നമ്മൾ അതിനെ വീട്ടിലേക്ക് കൊടുന്ന് വളർത്തിയിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടും. പിന്നെ അതിൽ വിരിയുന്ന ഫ്ലവേഴ്സും നമ്മൾ ആദ്യം വാങ്ങുന്ന ആ പൂവിൻ്റെ ഭംഗി ഉണ്ടാവാറില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്ക്. റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും വരുന്നതായിരിക്കും. പ്ലാന്റ് നമ്മൾ എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സൈസുള്ള ഒരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും. ആ മാറ്റുന്ന സമയത്ത് പോട്ട് മിക്സ് ആയിട്ട് നമ്മൾ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത് മൂന്നും ഒരേ റേഷ്യോയിൽ കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പ് പിണ്ണാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതാണ് പോട്ട് മിക്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതിലാദ്യം വരുന്ന മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിനെ നമ്മൾ വിരിയാൻ അനുവദിക്കരുത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ തളിരാൾ വരും. അങ്ങനെ അവിടെ കുറേ ബ്രാഞ്ചുകൾ ഉണ്ടായിട്ട് അവിടെ കുറേ മുട്ടുകൾ വരും. ആ മുട്ടുകളൊന്നും നിങ്ങൾ കട്ട് ചെയ്യരുത്. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ വിരിഞ്ഞു കഴിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കളയുക. അങ്ങനെ റോസ് ചെടി എപ്പോഴും പ്രൂൺ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പോട്ട് മിക്സിൽ വളങ്ങൾ കൊടുത്തതിന് പുറമെ മാസം മാസം നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കണം. ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ റോസ് ചെടിയെ പ്ലേസ് ചെയ്യണം. റോസ് ചെടിയിൽ നിറയെ പൂവുണ്ടാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിന് സൺലൈറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് വരും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ യൂസ്ഫുൾ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.